പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ ഇന്നും എന്നും എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഞാൻ ആദ്യം ഒരു വാക്യം വായിക്കാം. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ 666. ഒരിക്കൽ കൂടെ വായിക്കാം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ 666. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ വെളിപാട് പുസ്തകം തന്നെയാണ്. അപ്പം ഈ വെളിപാട് പുസ്തകത്തിലെ മണ്ടത്തരങ്ങൾ, പെന്തിക്കോസുകാർ വിശ്വസിച്ചിരിക്കുന്ന മണ്ടത്തരങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ചർച്ച ചെയ്തു. അപ്പം വെളിപാട് പുസ്തകത്തിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ഇത്. ഈ 666 മൃഗത്തിന്റെ സംഖ്യ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു സാധനം. ഇത് ഇപ്പം ഇതിങ്ങനെ ആദ്യമായിട്ട് പറയുന്നത് പ്രൊട്ടസ്റ്റന്റുകാരനായിരുന്ന പിന്നെ ആൻഡ്രിയോസ് ഹെൽസിംഗ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഇത് ആദ്യമായിട്ട് പുള്ളി തൻ്റെ പുസ്തകത്തിലെ ദ പ്രൊഫറ്റിക് ദ പ്രൊഫറ്റിക് ഫെയ്ത്ത് ഓഫ് അവർ ഫാദേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ഇത് ആദ്യമായിട്ട് പുള്ളി ഇങ്ങനെ ഒരു ആരോപണം വെക്കുന്നത്. അത് 16-ാം നൂറ്റാണ്ടിലാണ്. 16-ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ടാണ് 16-ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ഇത് വെക്കുന്നുണ്ട്. അപ്പം ഇത് കത്തോലിക്ക സഭയാണ്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയാണ് ഈ 666 എന്ന് പറഞ്ഞൊരു വാദം ആദ്യമായിട്ട് വെക്കുന്നത് പുള്ളിക്കാരനാണ്. ആദ്യത്തെ 16 നൂറ്റാണ്ടിൽ ആർക്കും അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. കാരണം ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലോ. ഇപ്പം വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം തന്നെ അപ്പോൾ ഇല്ല. വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനമൊക്കെ വരുന്നത് പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ്, 15 നൂറ്റാണ്ടിന് ശേഷമാണ്, പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം. അപ്പം അതുവരെ ഇങ്ങനെ ഈ വെളിപാട് പുസ്തക വ്യാഖ്യാനമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാനം ഇല്ലാത്ത കഴിഞ്ഞു പോയ സംഭവമാണെന്ന് സഭയ്ക്കറിയാമല്ലോ. ഇപ്പം സഭയിൽ നിന്ന് കൂടും കുടുക്കെ എടുത്തുകൊണ്ട് പുസ്തകം മാത്രം എടുത്തുകൊണ്ട് ചാടിപ്പോകുന്നവർക്ക് ഇത് അറിയത്തില്ലായിരുന്നു. അപ്പം ആദ്യമായിട്ട് അദ്ദേഹമാണ് ഇത് പറയുന്നത്. ഇതിന് ശേഷം ഇത് ഏറ്റവും അധികം 19, 20 നൂറ്റാണ്ടുകളിലായിട്ട് ഇത് ഏറ്റവും അധികം ഇതിനെ സർക്കുലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിനെ ഈ പോപ്പുലർ ആക്കിയത് സ്ത്രീകൾ സ്ഥാപിച്ച 2 സഭയാണ്. സ്ത്രീകൾ സ്ഥാപിച്ചതാണ് ഈ പുതിയ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള സഭകൾ. അത് ഒന്ന് ശാബദ് മിഷൻകാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാബദ് മിഷൻകാർ, പിന്നെ പെന്തിക്കോസുകാർ. ഇവരുടെ രണ്ടുപേരുടെയും തുടക്കക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ രണ്ടുപേരെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ത്രീകളാണ്. അപ്പം അവരുടെ ചില തോന്നലുകളിൽ നിന്നാണ് ഈ 2 മതം ഉണ്ടാകുന്നത്, പെന്തിക്കോസ് മതവും ഈ പിന്നെ അഡ്വന്റിസ്റ്റ്, അതായത് ശാബദ് മിഷൻകാർ. അപ്പം ഇവരാണ് ഇതിന് ഭയങ്കരമായിട്ട്, ഈ ശാബദ് മിഷനും പെന്തിക്കോസുകാരുമാണ് ഇതിന് ഭയങ്കരമായിട്ട് ഇത് കത്തോലിക്ക സഭയുടെ മേളിലോട്ട് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇത് കത്തോലിക്ക സഭയെ പറ്റിയ പിന്നെ ഈ പിന്നെ മൃഗത്തിന്റെ അത് റോമൻ പാപ്പയാണ്. പിന്നെ റോമൻ പാപ്പയുടെ ആദ്യം ഒരു പറയുന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് റോമൻ പാപ്പയുടെ തലയിലിരിക്കുന്ന കിരീടത്തിനകത്ത് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, അതായത് പിന്നെ ക്രിസ്തുവിന്റെ മഹാപുരോഹിതൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നുണ്ട്. അതിന്റെ വാല്യൂ കൂട്ടുമ്പം കിട്ടുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന 666 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് പരിശോധിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ വെളിപാട് പുസ്തകം എഴുതുന്ന ആ കാലഘട്ടത്തിൽ 3 ഭാഷയാണ് പ്രബലപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ കുരിശിന്റെ മുകളിൽ അവർ എഴുതി വെച്ചായിരുന്നു, പിന്നെ യഹൂദന്മാരുടെ രാജാവ് എന്നുള്ളതിന്റെ 3 ഭാഷയിൽ എഴുതി വെച്ചായിരുന്നു. അപ്പൊ ആ 3 ഭാഷ, അതായത് ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു, അങ്ങനെ 3 ഭാഷയിലാണ് അത് അവിടെ എഴുതി വെക്കുന്നത്. അപ്പൊ ആ 3 ഭാഷയ്ക്ക്, ആ 3 ഭാഷയിലെ ഈ അക്ഷരങ്ങൾക്ക് പിന്നെ വാല്യൂ ഉണ്ട്. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യാ വാല്യൂ ഉണ്ട്.
അക്ഷരങ്ങൾക്ക് സംഖ്യാ വാല്യൂ. അപ്പോൾ ആ സംഖ്യാ വാല്യൂ അനുസരിച്ചിട്ടാണ് ഈ 666 എന്ന് നമ്മൾ ആ പുതിയ നിയമത്തിലെ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ ആ സംഖ്യാ വാല്യൂ വെച്ചിട്ട് അന്നത്തെ നീറോ കൈസർ എന്ന് ഹീബ്രുവിലും നീറോ സീസർ എന്ന് ലാറ്റിനിലും അങ്ങനെയാണ് അത് എഴുതുന്നത്. അപ്പം ഇത് അങ്ങനെ അതിൻ്റെ സംഖ്യാ വാല്യൂ കൂട്ടുമ്പോഴാണ് ഹീബ്രുവിൽ ഇത് 666 എന്ന് വരും, ലാറ്റിനിൽ വരുമ്പം അത് 616 എന്നും വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പഴയ എഴുത്തുകൾ വരുമ്പോൾ പല എഴുത്തുകളിൽ നോക്കുവാണെങ്കിൽ, അതായത് ഈ ലാറ്റിൻ പാരമ്പര്യം പിന്തുടരുന്ന പല എഴുത്തുകളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 616 എന്നായി ഈ വാക്യം, അതായത് ഈ വെളിപാട് പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യം, അതിനകത്ത് 616 എന്നായി എഴുതിയേക്കുന്നത്. അപ്പം ഈ മറ്റേ അല്ലാത്തതിനകത്ത് ഈ 666 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഈ 616 666 ആദ്യ കാലഘട്ടം മുതലേ ആൾക്കാർ എഴുതി വരുന്നതാണ്. അപ്പം ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ സംഖ്യാശാസ്ത്രമല്ല നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, അതായത് ഈ അതിന്റെ പശ്ചാത്തലം അറിയാതെ ഒരു കാര്യത്തെ നമ്മൾ വിമർശിക്കുമ്പോഴാണ്. അത് ഈ AD 70 ഇത് എഴുതുന്ന സമയത്ത് കത്തോലിക്ക സഭ, ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, കത്തോലിക്ക സഭ എന്നൊരു സഭ ഇല്ല. മനസ്സിലാക്കണം. ഈ AD 62 ഇത് എഴുതുമ്പോൾ, 63 ഇത് എഴുതുമ്പോൾ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു സഭ ഇല്ല. ഇനി റോമിലെ സഭയാണെങ്കിൽ, റോമിലെ സഭ ഇന്ന് മാർപ്പാപ്പമാര് ചെയ്യുന്നത് പോലെ വലിയ തൊപ്പിയും ഇതൊക്കെ വെച്ച് അല്ല. അതായത് അന്ന് ഇങ്ങനെയുള്ള വേഷഭൂഷാദികളോ ഒന്നുമില്ല. വേഷഭൂഷാദികൾ ഇന്ന് കാണുന്നത് പോലെയുള്ളതൊന്നും അന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സമയത്ത്, ഇത് എഴുതുന്ന സമയത്ത്, എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ എഴുതുന്ന സമയത്ത് ഇങ്ങനെ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞൊരു സഭ ഇല്ല. പക്ഷെ ഇതേ മണ്ടന്മാര് തന്നെയാണ് പറയുന്നത്, ഏത് ഈ എഴുതിയിരിക്കുന്നത് ഇന്നില്ലാത്ത, അതായത് ഏഷ്യ മൈനറിൽ ഉള്ള 7 സഭകൾ ഇന്ന് നിലവിലില്ല. ഇന്ന് നിലവിലില്ലാത്ത ഒരു സഭയ്ക്കാണ് എഴുതിയേക്കുന്നത്. അന്ന് എഴുതുന്ന സമയത്ത് നിലവിലില്ലാഞ്ഞ ഒരു സഭയുടെ അധ്യക്ഷനെ ആണ് 666 എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നതെന്നാണ് ഈ പെന്തക്കോസ് കോളം, അതായത് ഈ പെന്തിക്കോസുകാരെന്ന് പറയുന്ന സർവ്വ പെന്തിക്കോസുകാരും ഈ സർവ്വ ഉപദേശിമാരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ആള്, അതായത് ഈ മൃഗത്തിന്റെ സംഖ്യ എന്ന് പറയുന്നത് ഇത് റോമിലെ പാപ്പയാണ്, റോമിലെ പാപ്പയുടെ നമ്പർ. സത്യത്തിൽ ഇവര് ഈ ക്രിസ്ത്യാനികളെ പെന്തിക്കോസ്ത് മതത്തിലേക്ക് മാറ്റുന്നതിന് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൂളാണ് ഈ 666 എന്ന് പറയുന്നത്. മാർപ്പാപ്പയാണ്, ഇദ്ദേഹമാണ് ഈ സഭയെ നശിപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി യഥാർത്ഥത്തില് ഈ 15-ാം നൂറ്റാണ്ടിന്, ഈ 19, 20 നൂറ്റാണ്ടിലല്ലാതെ അതിനു മുമ്പിട്ട് ഇങ്ങനൊരു ചിന്താധാര ഇല്ലായിരുന്നു. ഇനി ഈ സഭാപിതാവായ ഐറേനിയോസ് 2-ാം നൂറ്റാണ്ടില് തന്റെ പുസ്തകം എഗൻസ്റ്റ് ദ ഹെരസീസ് എന്നുള്ളതിനകത്ത് ഈ പറയുന്നത് പോലെ റോമൻ സൈന്യാധിപനായിരുന്ന ടൈറ്റസ്, സീസറിന്റെ സൈന്യാധിപനായിരുന്ന ടൈറ്റസിന്റെ ഈ സംഖ്യാപ്രകാരമുള്ള അതിന്റെ സംഖ്യാ വാല്യൂ 666 ആണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ലാറ്റിൻ കിങ്ഡം എന്നുള്ള, അതായത് ലാറ്റിൻ രാജ്യം എന്നതിന്റെ ലാറ്റിൻ കിങ്ഡം, അതിന് ലാറ്റിനോസ് എന്ന് പറയുന്ന വാക്കിന്റെയും സംഖ്യാശാസ്ത്രം നോക്കുകയാണെങ്കിൽ അതും 666. ഇനി ഇതെല്ലാം പോട്ടെ, ഈ രസകരമായ കാര്യം, ഈ സെവൻത് ഡേ കാരാണല്ലോ, ഈ ശാബത് മിഷൻകാരാണല്ലോ ഇത് ഇത് മാർപ്പാപ്പയാണ് എന്ന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തത്. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞ ഈ ആ സ്ത്രീയുടെ അവരുടെ സംഖ്യ ലാറ്റിൻ ലാറ്റിനിലോട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംഖ്യ കണക്ക് കൂട്ടുമ്പോൾ അതും ഈ 666. അതിന്റെ രസകരമായ കാര്യം മനസ്സിലായോ?
അപ്പം ഈ 666 യഥാർത്ഥത്തിൽ ഈ 666 എന്ന് പറയുന്നത് റോമാക്കാരനും ഈ മൃഗം എന്ന് പറയുന്ന മൃഗത്തിന്റെ പ്രതിമ അവിടെ വെക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ ആ AD 70 ദേവാലയം നശിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന നീറോയുടെ പ്രതിമ വയ്ക്കുകയും ഈ പ്രതിമയെ ആരാധിക്കാൻ അവരെ നിർബന്ധിക്കുകയും അങ്ങനെ അവര് നിർബന്ധിച്ച് അത് ചെയ്യാത്തവരെ കൊന്നുകളയുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ നീറോ ഇത് ആരുടെ അതായത് അന്നത്തെ കാലഘട്ടത്തിൽ രാജാവിനെതിരെ സംസാരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ഇങ്ങനൊരു എഴുത്ത് ഈ ക്രിസ്ത്യാനികൾക്ക് എഴുതുമ്പോൾ അത് ഈ ഭരണാധികാരികൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അതായത് ഈ ദേവാലയത്തിന് പുറത്തിറങ്ങി പോകുന്നവര് പോലും എന്തുകൊണ്ട് യവന്മാർ തങ്ങളിൽ അതിനകത്ത് കിടന്ന ഈ യെരുശലേമിൽ തങ്ങളിൽ കിടന്ന് അടി കൂടുന്നവന്മാർ എന്തുകൊണ്ട് ഇതിന് ദേവാലയത്തിന് പുറത്തിറങ്ങി പോകുന്നെന്ന് ആലോചിച്ച് അങ്ങനെ പുറത്തിറങ്ങി പോകുന്നവരെ മൃഗീയമായിട്ട് കൊല്ലുക. അങ്ങനെയുള്ള ഈ അവസരത്തില് ഈ പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിൽ ഈ പറഞ്ഞ രാജാവിന്റെ പേരെഴുതി വെച്ചാൽ ഇത് കൊണ്ടുപോകുന്നവനെ അന്നേരം കൊല്ലും, ഈ പുസ്തകം എടുത്ത് നശിപ്പിച്ചു കളയും. അപ്പം ഇത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പലതും ഈ ഗുപ്തമായ ഭാഷയിൽ എഴുതിയത്. അപ്പൊ ആ ഗുപ്തമായ ഭാഷയിൽ എഴുതി ഇത് ആരാണ് ചെയ്യുന്നത്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന നീറോയെ പറ്റി പേര് പരാമർശിക്കാതെ എന്നാൽ ഇത് ആരാണെന്ന് വായിക്കുന്നവന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ നീറോ സീസറിന്റെ ഈ പേരിന്റെ സംഖ്യയായ 666 ഇങ്ങനെ ഈ എഴുതി വെച്ചത്. അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ ആ സാധനം, അതായത് AD 70 സംഭവിച്ച ഈ പുസ്തകത്തെ പറ്റിയുള്ള അന്ന് ഇവരെ കൊടിയ പീഡനത്തിലൂടെ കടത്തിയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന നീറോയുടെ സംഖ്യാശാസ്ത്ര പ്രകാരം നീറോയുടെ സംഖ്യയായിരിക്കുന്ന 666 കൊണ്ടുവന്ന് കാലങ്ങൾക്ക് ശേഷം 16-ാം നൂറ്റാണ്ടിൽ ഒരു തലതിരിഞ്ഞ പ്രൊട്ടസ്റ്റന്റുകാരന് തലതിരിഞ്ഞ ആശയം തോന്നി. പുള്ളി അത് പിന്നെ കത്തോലിക്ക മാർപ്പാപ്പയുടെ പേരിലോട്ട് മാറ്റി മാർപ്പാപ്പയുടെയാണ് 666. ഇത് മാർപ്പാപ്പയുടെ ആണെന്നല്ല പറഞ്ഞത്, അതായത് മാർപ്പാപ്പയുടെ കിരീടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അതിന്റെ സംഖ്യയാണ് ഈ 666. യഥാർത്ഥത്തിൽ ഈ അങ്ങനൊരു കാര്യം മാർപ്പാപ്പയുടെ ഒരു കിരീടത്തിൽ എഴുതി വെക്കുന്നില്ല. മാർപ്പാപ്പയെ അഡ്രസ് ചെയ്യുന്നത് തന്നെ ക്രിസ്തുവിന്റെ പുരോഹിതൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാ. അപ്പം അതും ഈ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ പുരോഹിതൻ എന്നുള്ളത് തലയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പം മണ്ടത്തരങ്ങളുടെ ഈ പെന്തിക്കോസ് വിശ്വാസം എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അതിന് ബൈബിളുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് ആർക്കെങ്കിലുമൊക്കെ കുറച്ച് കോണ്ടക്സ്റ്റ് ചെയ്യുന്ന അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മുറിച്ച് കൊണ്ടുവന്ന് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ 616 ആയാലും 666 ആയാലും അത് മാർപ്പാപ്പയല്ല അത് ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് നീറോ കൈസറിനെയാണ്, അല്ലെങ്കിൽ നീറോ സീസറിനെയാണ് എന്നതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. അതുകൊണ്ട് ഇത് കേൾക്കുമ്പം, അതായത് ഇനി മാർപ്പാപ്പയാണ് സഭയെ തകർക്കാനിരിക്കുന്നതെന്ന് പെന്തിക്കോസുകാരൻ വന്ന് ഈ വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാന ശാസ്ത്രത്തിൽ കൊണ്ടുവന്നേച്ച് നിങ്ങളുടെ പടലിയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് അങ്ങനെ ഒരു സാധനമില്ല. കാരണം ഈ കത്തോലിക്ക സഭ എന്നൊരു സഭ ഒന്നാമത്തെ കാര്യം അവിടെ ഇല്ല, അന്നത്തെ കാലഘട്ടത്തിലില്ല. കത്തോലിക്ക സഭയെന്ന് അല്ല ആ സഭയുടെ പേര്. അപ്പം അതുകൊണ്ട് റോമിലെ സഭയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പിന്നെ വിശ്വസിക്കാമായിരുന്നു. അപ്പം കത്തോലിക്ക സഭ എന്നൊരു സഭയില്ല. പിന്നെ അന്നത്തെ ഇതിനെ സഭയുടെ തലവനെ മാർപ്പാപ്പയെന്നും ആ കാലഘട്ടത്തിൽ ആരും വിളിച്ചിട്ടില്ല. മാർപ്പാപ്പ എന്നൊക്കെ പേര് സ്വീകരിക്കുന്നതൊക്കെ പിന്നീടാ. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന പെന്തിക്കോസുകാർ വന്ന് കത്തോലിക്കന്റെ വീട്ടിൽ വന്ന് പറയുമ്പം നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞേച്ച് ചാടി അവരുടെ കൂടെ പോകരുത്. ഈ 666 എന്ന് പറയുന്നത് നീറോ സീസറിന്റെ സംഖ്യയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.